CPM തീരുമാനിക്കുന്ന മാത്രം നടക്കുന്ന സ്ഥലമാണോ കേരളം? അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി, നടക്കുന്ന കാര്യമല്ല. ചർച്ച വേണ്ട, എന്നെ ഇരുത്തിയ ചർച്ച വേണ്ട, എന്നെ ഇരുത്തിയ അങ്ങ് പറയാൻ തയ്യാറല്ലോ, അങ്ങൊന്നും മിണ്ടാൻ തയ്യാറല്ലോ. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. മലയിൽ ഹീനമായ ഒരു കൊള്ള നടന്നു എന്ന് എല്ലാവർക്കും അറിയാൻ വ്യക്തമാണ്. CPM ഒരു നേതാവ് അതിൽ ജയിലിൽ കിടക്കുകയാണ് എന്നതും വ്യക്തമാണ്. ജാമ്യം പലയാവർത്തി പോയി ജാമ്യം കിട്ടിയിട്ടില്ലെന്ന് വ്യക്തമാണ്. അയാൾക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞ MP ഗോവിന്ദൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, ഇന്നത് തിരുത്തി പറയുന്നത് എന്തിനാണ്? അങ്ങനെ നീ പറയരുത്, ചില മര്യാദകളൊക്കെ ഉണ്ട്. ഹാഷ്മി ഇപ്പൊ തന്നെ കള്ളമാണ് ഇങ്ങോട്ട് പറഞ്ഞത്. അയാൾക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകും എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് നിങ്ങളൊന്ന് കേൾപ്പിക്കാവോ? ഞാൻ കേൾപ്പിക്കാം. അതാദ്യം കേൾപ്പിക്കും. ഞാൻ കേൾപ്പിക്കാം. വെറുതെ ഓരോ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. സംസ്ഥാനത്ത് അയ്യപ്പനിൽ വിശ്വസിക്കുന്നവരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ഈ സർക്കാരിനെതിരായി മാറിയിരിക്കുന്നു. അടപടലം പാളിയിരിക്കുകയാണ് ഈ സർക്കാർ, എല്ലാ കാര്യങ്ങളിലും പാളിയിരിക്കുന്നു. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു. ഇതൊരു സാങ്കേതികത്വമുണ്ട്, ടെക്നിക്കാലിറ്റി ഉണ്ട്. ഇവിടെ ബൈറ്റ് എന്ന് പറയുന്നത് കട്ട് ചെയ്തെടുക്കണം, അതിനുള്ള ഒരു മിനിമം സമയമുണ്ട്. ആ സമയം ബൈറ്റ് ഉണ്ട്. ഇപ്പൊ കേൾപ്പിക്കാം. ചോദിക്കുന്നത് ഈ രാഷ്ട്രീയ മറുപടി ഉണ്ടോ അതോ ബൈറ്റ് കഴിഞ്ഞിട്ട് മറുപടി മതിയോ എന്നാ ചോദിക്കുന്നത്. വന്നിട്ട് പറയാം. ഓക്കെ, ഇപ്പൊ ഒരു മറുപടി പറയണ്ടേ? മറുപടിക്കും ഇല്ല. ഇപ്പൊ ഒരു തിരക്കുമില്ല. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ. ഞങ്ങളിവിടെ കൈകൂപ്പി ക്ഷമയോട് കൂടി കാത്തിരിക്കുകയാണ്. കൈകൂപ്പി ക്ഷമയോട് കൂടി കാത്തിരിക്കുകയാണ്. അങ്ങ് അങ്ങയുടെ സമയത്തിന് ബൈറ്റ് കൊണ്ടുവരിക, ഞാനിവിടെ ഉണ്ടാവും. വേണ്ട കണ്ടാത്തോണ്ട. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും. സംഘടനാ നിലപാട് എന്താ ശ്രീ അനിൽകുമാർ? ഞാൻ ഉദ്ദേശിച്ച ബൈറ്റ് ഇതല്ല, ഉടൻ നടപടി ബൈറ്റ് ഉണ്ട്. അത് അല്പസമയം കഴിഞ്ഞ് കേൾപ്പിക്കാം. താങ്കളെ തന്നെ കേൾപ്പിക്കാം. ശ്രീ അനിൽകുമാർ പറഞ്ഞു. അത് കേൾപ്പിക്കും. അല്ല അത് കേൾപ്പിച്ചിട്ട് മതി. അല്ലല്ല അത് കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞോളാം. എന്നാലും ശരിയായി, ഇവ കേൾക്കൂല. ഓഹോ, ഒരു പരാതി ഇല്ല, അവിടെ ഇരിക്കാം. അത് കേൾപ്പിച്ചിട്ട് ഞാൻ ചർച്ച. ശരി, പത്മകുമാറിനെതിരെ നിങ്ങൾ നടപടിയില്ല എന്ന് പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് എന്ത് നുണ ആർക്കും പറയാം. പത്മകുമാറിനെതിരെ ഈ പറയുന്ന മാരകമായ ക്ഷേത്രക്കുള്ള കേസിൽ സൂത്രധാരൻ എന്ന് SIT സമർപ്പിച്ച പത്മകുമാർ നടപടിയില്ല എന്ന് താങ്കൾ പറ. ഞാനിപ്പോ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. പത്മകുമാറിനെതിരെ ഉടൻ നടപടി എടുക്കും എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ 25 മിനിറ്റായി കാത്തിരിക്കുകയാണ്. നിങ്ങളത് കേൾപ്പിച്ചില്ല. അത് കഷ്ടായി പോയല്ലോ. ഇനി നിങ്ങൾ കേൾപ്പിക്കുന്നത് വരെ സമയോടുകൂടി കൈ കൂപ്പി ഞാനിവിടെ ഇരുന്നോളാം. എനിക്കൊന്നും പറയാനില്ല. കാരണം ഞങ്ങളെക്കുറിച്ച് എന്തെല്ലാം നുണകളാണ് നിർമ്മിക്കുന്നത് അത് കാശ്മീരുടെ വക, 24 ചാനലിന്റെ വക ഇരിക്കട്ടെ. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. നടപടി ഇല്ലാന്നാണോ പത്മകുമാർ? ശരി, ഞങ്ങൾ ഏതറ്റം വരെയും ഞാൻ സമ്മതിക്കാം, അതെന്റെ പിഴവാണെന്ന് ഞാൻ സമ്മതിക്കാം. അങ്ങ് പറയുന്നത് കുറ്റക്കാരനാണെങ്കിലും അയാൾക്കെതിരെ നിങ്ങൾ നടപടി എടുക്കില്ല എന്നാണോ? സമ്മതിക്കണ്ട. ആർക്കായാലും സംശയം തോന്നാം, എനിക്ക് എന്താ വേറെ പണിയില്ലേ? ഞങ്ങളും ചോദിച്ചു. ആദ്യം ഇവിടെ ഒരു മാരകമായ നാട് കാണാത്ത ഒരു ക്ഷേത്രക്കൊള്ളയിലെ മുഖ്യ സൂത്രധാരൻ കരുതുന്ന ഒരാൾ നിങ്ങളുടെ CPM ജില്ലാ കമ്മിറ്റി അംഗമായിട്ടിരിക്കുകയാണ്. നടപടി എടുക്കില്ല എന്നാണ് പറയുന്നത്. ചുമ്മാ നമ്പർ സത്യം പറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാനിപ്പോ ഉന്നയിക്കുന്ന വിഷയം അതല്ല. ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്റെ പാർട്ടി സെക്രട്ടറി പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് ഈ ചാനലിൽ പറഞ്ഞു. ഇതൊക്കെ ഇവന്റെ അടവല്ലേ? നടപടി എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ശരി, നടപടി എടുക്കില്ല. ഞാൻ പറയുന്ന മലയാളത്തിലല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവാത്തല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവാത്തല്ലോ. ഞാൻ ബാക്കി പറയണോ? വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ. ശരി, ഉടൻ നടപടിയില്ല. സാങ്കേതികത്വമില്ല. ശരി, ഓ ഇത് ഞാനൊരു കാര്യം, ഇതെന്തോ അധികം സാങ്കേതിക പിടിക്കാൻ മറുപടി പറയൂ. കൊച്ചുകുട്ടികളെ പോലെ പെരുമാറാതെ പ്ലീസ്. അങ്ങനെ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമല്ലേ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഞാനൊരു കൊച്ചുകുട്ടിയായി മാറിയിരിക്കുന്നു. ഇങ്ങനൊരു കൊച്ചുകുട്ടികളെ നിങ്ങൾ വിളിക്കാതിരിക്കുക. ഞങ്ങൾ കൊച്ചുകുട്ടികളെ വിളിക്കാതിരിക്കുക. അതാ നിങ്ങൾ ചെയ്യേണ്ട ഉപകാരം. ഞാനൊരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞ ബൈറ്റ് ഉണ്ട് കേൾപ്പിക്കണം. കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ. ബൈറ്റ് ഉണ്ട് കേൾപ്പിക്കണം. ബൈറ്റ് ഇല്ലെങ്കിൽ ബൈറ്റ് ഇല്ല. പിന്നെ MP ഗോവിന്ദൻ ഞാൻ കേൾപ്പിച്ച ബൈറ്റിലെ സംഘടന നടപടി എന്താ? ഒന്നും മനസ്സിലാവൂല. ഞാനല്ല ഇടനിലയില്ല. ഞാൻ കേൾപ്പിച്ച MP ഗോവിന്ദൻ സംഘടന നടപടി എന്താ? നിങ്ങൾ പറഞ്ഞ ബൈറ്റ് ഉണ്ട് കേൾപ്പിക്കൂ, മറുപടി ഉണ്ട്. അഡ്വക്കേറ്റ് KL കുമാർ, MP ഞാൻ കേൾപ്പിച്ച ബൈറ്റിലെ സംഘടന നടപടി എന്താ? മലയാളത്തിലല്ലേ പറയുന്നത്. എന്റെ പോയിന്റ് ഇതാണ്. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് നിങ്ങൾ ഈ ചാനലിൽ നുണ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ക്ഷേത്രക്കൊള്ളയിലെ പ്രതിയായ നിങ്ങളുടെ സെക്രട്ടറി നടപടി ഇല്ല എന്നെങ്കിൽ അത് പറയൂ ശ്രീ KL കുമാർ. ജനം കേൾക്കല്ലേ ഇത്? അതിരില്ലേ? എന്ത് പറഞ്ഞാലും ഞാൻ മറുപടി പറയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട തീർപ്പാക്കേണ്ട ഒരു കാര്യം, ഒന്നുകിൽ നിങ്ങൾ നുണ പറഞ്ഞു,
ഓക്കെ, CPM ഓക്കെ. സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് 24 ചാനൽ നുണ പറഞ്ഞു. ഓക്കെ. അത് നിങ്ങൾ സമ്മതിച്ചാൽ ഏത് ഞാൻ വിഷയത്തിലാണ് തുടരാം. ഏത് വിഷയത്തിലാണ് ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ല, എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഏത് വിഷയം താങ്കൾ പറയുന്നത്? അതായത് നാട് ഞെട്ടിയ ഒരു ക്ഷേത്രക്കൊള്ളയിൽ അകത്ത് കിടക്കുന്ന ഒരു ഇപ്പൊ പ്രതിക്കെതിരെ നടപടി എടുത്തു ഇപ്പൊ എന്ന് പറഞ്ഞ കാര്യം. നടപടി എടുക്കും എന്ന് പാർട്ടി സെക്രട്ടറി ഞാൻ എന്തും പറഞ്ഞ ആയിക്കോട്ടെ, താങ്കൾ അതൊക്കെ പറഞ്ഞ ഞങ്ങൾ കേട്ടെന്നേ. അല്ലേ? അതൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞോളാം. ശരി, നിങ്ങൾ ഇപ്പൊ ശരി, പറഞ്ഞു നുണ, ശരി, ശരി, ഞാൻ നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയത് നുണ. ശരി, താങ്കൾക്ക് ആ നുണ പറയാമെങ്കിൽ പറയാം. നുണയാണ് എന്ന് സമ്മതിച്ചാൽ ഞാൻ ബാക്കി പറയാം. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി പത്മമാനെതിരെ നടപടി ഉണ്ടാകും എന്ന് MP ഗോവിന്ദൻ പറഞ്ഞതാണ്. ഇനി ഉടൻ എന്ന വാക്കിൽ പിടിച്ചാണ് ശ്രീ കെ അനിൽകുമാർ പറയുന്നതെങ്കിൽ അതെന്ത് ന്യായമാണ്? പത്മമാനെതിരെ നടപടി ഉണ്ടാവില്ല എന്നിവർ ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ചർച്ചയ്ക്ക് അല്ല അല്ല ശ്രീ കെ അനിൽകുമാർ അങ്ങ് പറയുന്നില്ലല്ലോ. ശ്രീ കെ അനിൽകുമാർ അങ്ങ് പറയാൻ തയ്യാറല്ലോ. എടി ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? നിങ്ങൾ പോയാൽ അല്ല അങ്ങ് പറയാൻ തയ്യാറല്ലോ ശ്രീ കെ അനിൽകുമാർ. അല്ല അങ്ങ് ഒന്നും പറയാൻ തയ്യാറല്ല. എന്റെ ചോദ്യം സന്ദീപിനോടാണ്. എന്റെ ചോദ്യം സന്ദീപിനോടാണ്. എന്റെ ചോദ്യം സന്ദീപിനോടാണ്. എന്നെ ഇരുത്തിയ ചർച്ച വേണ്ട. എന്നെ ഇരുത്തിയ ചർച്ച വേണ്ട. ഇത് എന്റെ അപ്പനോട് പോയി പറയും എന്ന് പറയാൻ എനിക്ക് അറിയാമലായിട്ടല്ല. നിങ്ങൾ ഞങ്ങൾക്കെതിരെ നുണ നിർമ്മിച്ചു. അങ്ങ് അല്ലല്ല, ശരി, ഞാനില്ല, ശരി, ഞാനില്ല. നുണയാണോ എന്നൊക്കെ കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. നിങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തി. അല്ല നുണയാണോ എന്ന് കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ ശ്രീ അനിൽകുമാർ. അതിന് ഞാനില്ല, അതിന് എനിക്ക് സൗകര്യപ്പെടുകയില്ല. എനിക്കതിന് ഉദ്ദേശമില്ല. മരമായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം. ഇല്ലാച്ച കരയോടെ വിഴുതെറിയ അത്ര തന്നെ ചെയ്യേണ്ട കാര്യം. കെ അനിൽകുമാർ, താങ്കൾ ആ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറല്ല. താങ്കൾ ആ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറല്ല. ഈ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് ഒന്നും മറുപടി പറയാൻ തയ്യാറല്ല. എന്റെ ഒരു ഉടൻ എന്നുള്ള വാക്കിൽ പിടിച്ച് അങ്ങ് തൂങ്ങുകയാണ് എന്ന് കരുതി എനിക്ക് ബാക്കി ആരോട് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. ചർച്ചയിൽ നിന്ന് എന്നെ ഒഴിവാക്കി. ഞാൻ താങ്കളെ കേൾപ്പിച്ച ബൈറ്റിൽ സംഘടനാ നടപടി ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. വേറെ വഴിക്കുന്നു അല്ല, അതിൽ തൃപ്തനാണോ ഞാൻ താങ്കൾ? പറയുന്നത് ഞാൻ കേൾപ്പിച്ച ബൈറ്റിൽ പത്മകുമാർ ജയിലിലാണല്ലോ, സംഘടനാ നടപടി ഉണ്ടാകും എന്ന് പറയുന്നില്ലേ? നിങ്ങൾ പച്ച നുണ പറഞ്ഞു. പച്ച നുണയല്ല പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ. കുറെ നേരമായല്ലോ തർക്കം തുടങ്ങിയിട്ട്. കെ അനിൽകുമാർ പാർട്ടി സംഘടനാപരമായ നടപടി നിലപാട് സ്വീകരിക്കുമെന്നാണ് പിന്നെ എന്താ അർത്ഥം? താങ്കൾ ഈ സാങ്കേതികത്തിൽ പിടിച്ച് തൂങ്ങല്ലേ? താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയൂ ശ്രീ കെ അനിൽകുമാർ. അല്ലെങ്കിൽ ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. നിങ്ങൾ സന്ദീപിലേക്കോ ആരുടെ അടുത്തേക്ക് പൊക്കൂ. അങ്ങനെ ഒന്നും ഭയപ്പെടുത്തണ്ട കേട്ടോ. പിന്നെ ഒച്ച വെച്ചാണ് ഞാനിങ്ങനെ വഴങ്ങുക. അതും വേണ്ട, അതും പേടിക്കുന്നില്ല. ജീവിതം തന്നെ ഒരു വേഷം കെട്ടലല്ലേ ചേട്ടാ. ഒന്ന് നിങ്ങൾ പറയുക, അങ്ങനെ ഒരു ബൈറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. 2 തവണ ആവർത്തിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു ബൈറ്റ് ഇല്ല, നിങ്ങൾ പറഞ്ഞത് സത്യമായിരുന്നില്ല എന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ചർച്ചയിൽ തുടരും. ഒന്ന് പോടോ. നടപടി ഉണ്ടാകും എന്ന് പറയുന്നതിൽ നുണ പറഞ്ഞ ശരി ഉണ്ടായില്ല. എപ്പോഴെങ്കിലും നടപടി ഉണ്ടാവും. പറയട്ടെ. നുണ പറഞ്ഞ ഞങ്ങളുടെ പാർട്ടി ക്ഷേത്രത്തുള്ള കേസിൽ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ സംഘടനാ നേതാവിനെതിരെ എപ്പോഴെങ്കിലും ഒരു സംഘടനാ നടപടി ഉണ്ടാവുമോ ശ്രീ കെ അനിൽകുമാർ? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. എന്റെ മറുപടി ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നുണ പറഞ്ഞ ഹാഷ്മി എന്ന അവതാരകനോടൊപ്പം ഇന്നത്തെ ദിവസം ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. എന്റെ കൃത്യമായ പോയിന്റാണ്. ഞാൻ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ തന്നെ മദ്രാസിൽ ഇവിടം വരെ കെട്ടിയെടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇതിലൊന്ന് ഹാഷ്മിക്ക് തീരുമാനിക്കാം. നമ്പർ 1, ഞാൻ ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ ഗോവിന്ദൻ മാഷെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുവെന്ന് നിങ്ങൾ പറഞ്ഞ ആ വാചകം അങ്ങനെ ഒരു ബൈറ്റ് ഇല്ല നമ്മൾ കേൾപ്പിച്ച ബൈറ്റ് എന്താ ശ്രീ കെ അനിൽകുമാർ? സമ്മതിച്ചാൽ ഞാൻ തുടരും. ഓഹോ, അതിന് പ്രത്യേക താങ്ക്സ് ഉണ്ട്. നിങ്ങളെ തീരുമാനിച്ച് നിങ്ങൾ അടുത്ത ആളിലേക്ക് പോകുമോ, 3ാമത്തെ ആളിലേക്ക് പോകുമോ, വേറെ ആളെ കൊണ്ടുവരും. ഇത് ആഷ്മി ഇത് ബ്ലാക്ക് മെയിലിംഗ് അല്ലേ? അത് പൊടിച്ച വിഷയമാണ്. ഇവിടെ വിളിക്കരുത്. ശരി, ഇത് നാടിനെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ഉപായം കാണിക്കരുത്. സമ്മതിച്ചേക്ക്. ഞങ്ങൾ ഇരിക്കുമ്പോൾ നുണ പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ നുണ പറഞ്ഞു. എന്ത് നുണയാ പറഞ്ഞെന്നാ പറയുന്നത്? നിങ്ങളൊരു ഖേദമെങ്കിലും പ്രകടിപ്പിക്കും. ശരി സന്ദീപ്, ഇവിടെ നോക്കൂ. ബൈറ്റ് പറഞ്ഞു. സന്ദീപ് ഇവിടെ ബൈറ്റ് പറഞ്ഞു. സന്ദീപ് അതിൽ പാർട്ടി സെക്രട്ടറിയെ കുറിച്ചാണ് പറഞ്ഞത്. പാർട്ടി സെക്രട്ടറി ആരാ? ദൈവം നമ്പരാണ്. കുറെ നേരമായല്ലോ ോടൊപ്പം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഡിവോഴ്സ് എതിരാളിയല്ല, നിങ്ങൾ അവതാരകനാണ്. അവതാരകൻ സത്യസന്ധത പുലർത്തുന്നില്ല. സത്യസന്ധത പുലർത്താത്ത അവതാരകനോടൊപ്പം ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ആണോ? എന്നെ ഒഴിവാക്കി. താങ്കൾക്ക് ഒഴിവാക്കിയെങ്കിൽ എന്നെ വിടുതൽ ചെയ്യാം. അല്ല, നിങ്ങൾ താങ്കൾക്ക് മറുപടി ഇല്ല. താങ്കൾ ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. ഇറങ്ങിക്കോളൂ. അതാ നല്ലത്. ഇവരെ പോലൊരു സത്യസന്ധമായ ലോകത്ത് വേറെയുണ്ടോ? ഇവരെ പോലൊരു സത്യസന്ധമായ ലോകത്ത് വേറെയുണ്ടോ ആഷ്മി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രി മുതൽ പാർട്ടി സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് അനിൽകുമാർ വരെ സത്യം മാത്രം പറയുന്നവരാണ്. ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഞാൻ ബൈറ്റ് കേൾപ്പിച്ചു. പത്മകുമാർ ജയിലിൽ കിടക്കുന്ന ആളാണ്, സംഘടനാ നടപടി ഉണ്ടാകും എന്ന് MP ഗോവിന്ദൻ പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചു. താങ്കൾക്ക് അത് ബോധ്യമാവുന്നില്ലെങ്കിൽ താങ്കൾ ഇറങ്ങിക്കോളൂ അനിൽകുമാർ. താങ്കൾക്ക് അത് ബോധ്യമാവുന്നില്ലെങ്കിൽ താങ്കൾ മനഃപൂർവ്വം ചർച്ച കൊളവാക്കാനുള്ള പ്ലാൻ ഇരിക്കുകയാണെങ്കിൽ അങ്ങ് ഇറങ്ങിക്കോളൂ. ദയവ് ചെയ്ത് അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. അങ്ങ് ദയവ് ചെയ്ത് ഇറങ്ങിക്കോളൂ ശ്രീ കെ അനിൽകുമാർ. ചർച്ച കൊളവാക്കാതെ പ്ലീസ്. അങ്ങനെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ആ പാർട്ടിക്ക് കൂടി നാണക്കേടാണ് താങ്കളുടെ നിലപാട്. ഓർത്തോ, ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ലോക പരാജയം. ഇവിടെ ശല്യം ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, നമ്മളെ തമ്മിൽ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, വിഷയം ചർച്ച ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ചളിയിൽ ചവിട്ടി തെറിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരും മിണ്ടാൻ പാടില്ല,
കാരണം ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ CPM അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവർക്ക് ഏറ്റവും നല്ലത് ഒളിച്ചോടുകയാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇദ്ദേഹം അവിടെ കിടന്ന് താങ്കളല്ലേ സാറേ ഒളിച്ചിരിക്കുന്നത്? കാശ്മീർക്ക് ഭയമാണോ? എനിക്ക് അടൂർ കെ അനിൽകുമാർ, അങ്ങ് സംസാരിക്കാൻ മറുപടിയില്ലാതെ അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ നേതാവ് ജയിലിൽ കിടക്കുന്ന ജാള്യത്തിൽ അങ്ങിരുന്ന് ചർച്ച കൊളവാക്കാൻ നോക്കുക കെ അനിൽകുമാർ. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. അല്ല ഞാൻ വിളിച്ച ഗസ്റ്റാണ്. സംസാരിക്കണ്ട. അദ്ദേഹം ഞാൻ സംസാരിക്കുമ്പോൾ ബഹളം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹം എങ്ങനെ പറയുന്നു? അദ്ദേഹം തീരുമാനിക്കുന്നത് CPM തീരുമാനിക്കുന്നത് മാത്രം നടക്കുന്ന സ്ഥലമാണോ കേരളം? അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി, നടക്കുന്ന കാര്യമല്ല. എനിക്ക് അധികാരമുള്ളൂ, ഞാൻ വിളിച്ചു. കാരണവന്മാർക്ക് അടുപ്പിലും തുറന്ന് ഒരു പഴം ചൊല്ലുണ്ട്. അനിൽകുമാർ തോന്നുന്ന സമയത്ത് എന്റെ സമയം എന്ന് പറഞ്ഞാൽ അങ്ങ് സംസാരിക്കാൻ, അദ്ദേഹത്തിന്റെ സമയത്ത് മൊത്തം ബഹളം ഉണ്ടാക്കി, ഞാൻ സംസാരിക്കുമ്പോൾ ബഹളം ഉണ്ടാക്കി, പിന്നെ എന്നോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹം തീരുമാനിക്കും. അതൊന്നും നടക്കില്ല. ഞാൻ സംസാരിച്ചു കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. തോറ്റത് തന്നെയാണ്. എന്നാൽ ഞങ്ങൾ എത്രത്തോളം തോറ്റു എന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഞങ്ങളെ തോൽപ്പിച്ചവരല്ല, ഞങ്ങൾ തോറ്റത് എത്രയെന്ന് പറയേണ്ടത്. മനസ്സിലായോ? ഇല്ല. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. അവിടെ നല്ല ചർച്ചയിലേക്കും തീരുമാനങ്ങളിലേക്കും പോവുകയാണ്. അതിന്റെ ഭാഗമായി സർക്കാർ തിരുത്തേണ്ടതുണ്ട്, പാർട്ടി തിരുത്തേണ്ടതുണ്ട്, ഞങ്ങൾ പ്രവർത്തകർ തിരുത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ തിരുത്തും. ഞങ്ങൾ തിരുത്തിയവരാണ്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തെറ്റാണ്. കാശ്മീർ എനിക്ക് തെറ്റാണ്. നിങ്ങൾ തീർക്ക്. നിങ്ങൾക്ക് അസ്വസ്ഥതയാണെങ്കിൽ വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല. ഒരാൾ ഇടപെടുന്ന ഒരു വലിയ മാരകമായ അപരാധമൊന്നുമല്ല. വിരോധമില്ല. ഏത് കൂലിത്തല്ല്? സന്ദീപ് വാര്യർ ഞാൻ വിളിച്ച UDF പ്രതിനിധിയാണ്, വിളിച്ച CPM പ്രതിനിധിയെ പോലെ. കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അതിന്റെ തുടർച്ചയാണ് പെൻഷൻ വർദ്ധിപ്പിച്ച നടപടി, അതുപോലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അത് തുടരും. 3, ഇപ്പോഴുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമാക്കി കഴിഞ്ഞാൽ തുടർ ഭരണം LDF കിട്ടും. അതിനേക്കാൾ നല്ലത് എന്റെ ക്ഷമ എടുക്കണതല്ലേ.